എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ടെല്ലാം കിഴിക്കാത്തിട്ട് കീഴിലേക്ക് പോവാം. എന്താണ് മത്സരത്തിന്റെ അജണ്ട? പറഞ്ഞു സാറല്ല ഇപ്പൊ പുതിയ അജണ്ടകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗം വന്നതിന് ശേഷം പിന്നെ അങ്ങനെ വരുമല്ലോ, രണ്ടാം ഭാഗം, 3 ഭാഗം, 4 ഭാഗം, 5 ഭാഗം, അങ്ങനെ ഭാഗം തിരിച്ചു വെച്ചിട്ടുള്ള സിനിമകൾ. അതായത് സെക്കൻഡ് പാർട്ട് വരുന്ന സിനിമകൾ അല്ലെങ്കിൽ തേർഡ് പാർട്ട് വരുന്ന സിനിമകൾ, അത് സിനിമകൾ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആളാണ് അവർ വിജയിക്കും. ഓക്കെ, റെഡി, തുടങ്ങാം. ടോസ് ഇടും. ഞാനല്ല, ഞാൻ വിളിക്കാൻ വരെ വന്ന ഇതിപ്പോ ഇതിലേ പോയിട്ട് തിരിച്ചു വരുന്നത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അതാണ് ഇടാനറിയാത്തവരെ വിളിച്ചോ. അത്രല്ലേ ഹെഡ്. ഞാൻ എന്തേ പറഞ്ഞത് എടാ അതെ ഒട്ടിപ്പിടിച്ചു. ഞാൻ അതാ പറഞ്ഞ ഇട്ട് നീ എനിക്കിതൊന്നും പറ്റും. എനിക്കിതൊക്കെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ കണ്ടിട്ടില്ല. ടോസ് കിട്ടിക്കഴിഞ്ഞ് ബാറ്റ് ചെയ്യുന്നല്ലാതെ വേറെ ഒന്നിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. വിക്കറ്റ് പോയ ബാറ്റ് കൊണ്ട് പോകും, അത് വീട്ടിൽ കൊണ്ടുപോകും. പിന്നെ കളിയില്ല അവിടെ ഫസ്റ്റ് ഒക്കെ ഇറങ്ങും, ഫസ്റ്റ് ഔട്ടായ കഴിഞ്ഞ് പിന്നെ കളി ഉണ്ടാവില്ല. പറഞ്ഞു ഹെഡ്. എടുത്തോ, എടുക്കണം. പാട്ടി ഫാസ്റ്റ് തുടങ്ങാടാ. വൈബ് തുടങ്ങും. വാർ 2 അല്ല പിന്നെ നമ്മളടുത്തേ വാർ 2 ഹൃതിക് റോഷനും NTRും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. സിനിമയുടെ രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഡാൻസ് ജൂൺ ലാസ്റ്റ് വീക്ക് ഷൂട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, 1-0. അടുത്തത് ഛോട്ടാ മുംബൈ. ഛോട്ടാ മുംബൈ റീലീസിന് ഒരുങ്ങുന്നുണ്ട്. ജൂൺ 6-നാണ് വരുന്നത്. എന്തായാലും ഇതിന്റെ കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടോ എന്നറിയാൻ നമ്മുടെ അൻവർ റഷീദ് എത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു സ്റ്റില്ല് പുറത്തു വന്നിട്ടുണ്ട്. അതെ, കാര്യക്കാരൻ തന്നെ നോക്കണമല്ലോ കാര്യങ്ങളൊക്കെ ഓക്കെ തന്നെയാണോ? അന്ന് ചെയ്തു വെച്ച കഥ തന്നെയാണ് എപ്പോഴും മാറ്റിയിട്ടുണ്ടോ? അതെ, ക്ലൈമാക്സ് മാറിയോ? അതാണ് പറയണ്ടേ. വിനായകനൊക്കെ വീണ്ടും എണീറ്റ് വന്നു. ഓക്കെ, അടുത്തത് ഉസ്താദ് ഭഗത് സിംഗ്. സിനിമയുടെ ന്യൂ ഷെഡ്യൂള് ജൂൺ 10 ജൂൺ 10 തുടങ്ങും കേട്ടോ. ഓക്കെ, നാട്ടുകാർ അറിഞ്ഞിട്ട് 2 ദിവസം മുമ്പേ അവിടെ എത്തി നിൽക്കും. സത്യം, കാരണം പവൻ കല്യാണാണ് വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വന്നല്ലേ 2 ദിവസം മുമ്പ്. ഓക്കെ, സ്റ്റാറുകളൊക്കെ 10-ാം തീയതി ഉള്ളൂ. അടുത്ത കിഴി NTR പ്രശാന്ത് നീൽ മൂവി. ഓക്കെ, എവിടെയും ഒന്ന് കെട്ടാൻ പറ്റില്ലല്ലേ, കുറച്ച് സമയം എടുക്കും. ഇതിലെ ഒരു ഡാൻസ് നമ്പർ, അതായത് രശ്മിക മന്ദാനി NTR ഒരുമിച്ച് ഒരു ഡാൻസ് നമ്പർ ഉണ്ടെന്നാണ് കേട്ടത്. കഴിഞ്ഞ കിഴികളിലൊക്കെ ഉണ്ട് നായികമാരുടെ പേര് പറയുമ്പോൾ ഫുള്ള് തെറ്റുന്നു. ഒരിക്കലും സംഭവിക്കുക, അത് നിന്റെ ഭാഗത്തുനിന്ന് സംഭവിക്കാത്ത കാര്യം. നന്നായി തുടങ്ങുകയാണ്. നന്നായിന്റെ അല്ല, ഈ ഒരുപാടെണ്ണം നാവിന് മുമ്പിൽ കിടന്നിട്ട് കളിച്ചിട്ട് സ്പെഷ്യൽ സോങ് ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ അപ്പിയറൻസ് അറിഞ്ഞില്ലല്ലോ. അടിപൊളി, അതിനുള്ള ഡയലോഗ്. അടുത്തത് ലെഗസി വെബ് സീരീസ് ആണ്. തമിഴിൽ മാധവൻ പ്രധാന വേഷത്തിലെത്തുന്ന വെബ് സീരീസ്. ഗൗതം കാർത്തിക്കും പിന്നെ നമ്മുടെ നിമിഷ സജയൻ അവരൊക്കെ പ്രധാന വേഷത്തിലുണ്ട്. ഇതിൽ DQ ഒരു പ്രധാന റോളിലെത്തും എന്നാണ് കേൾക്കുന്നത്. ഓക്കെ, കാർത്തിക് സുബ്രാജൻ എന്താ റോള്? എന്തോ പ്രത്യേകത ഉണ്ടല്ലോ. ഉണ്ടല്ലോ, അറിയില്ല. ഓക്കെ, അടുത്ത കിഴി AK-64. അജിത് കുമാറിന്റെ 64ാമത്തെ സിനിമ. സിനിമയിൽ വില്ലനായിട്ട് നാനി എത്തും എന്നുള്ള ഒരു റൂമറുണ്ട്. നാനി പൊളിക്കൂട്ടോ. ഓക്കെ, എന്തായാലും ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് മേ ബി ധനുഷ് ആയിരിക്കും. ധനുഷ് ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്, അത് AKക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മേ ബി അതാവാനാണ് സാധ്യത. പിന്നെ ആളുടെ സ്ക്രിപ്റ്റിൽ എനിക്ക് വലിയൊരു പ്രതീക്ഷ അല്ല. ഇപ്പോൾ സ്ക്രിപ്റ്റ് ഡയറക്ഷൻ അടിപൊളിയായിരിക്കും, സ്ക്രിപ്റ്റിന്റെ കാര്യത്തിൽ അതൊരു സത്യം കേട്ടോ. പിന്നെ കാസ്റ്റിംഗിലും ചെറുതായിട്ട് പാടി പോകാറുണ്ട്, അതൊരു സത്യം. അതാ അതിനുള്ള ഏറ്റവും ഉത്തമ തെളിവാണ് നീലാണോ നീക്കാണോ, നിലാവുക്ക് എന്മേലെ എന്നാടി കോപം. നീക്ക് അടുത്തത് ജനങ്ങൾ നീക്കാൻ
അതിലെ കാസ്റ്റിംഗ് ഒക്കെ എന്താണ് പരാജയം. ബബ്ബ. ഓ ഇതിലെ സിനോപ്സിസ് ഇറങ്ങിയിട്ടുണ്ട്. പക്ക ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ട് ടീം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഇവരുടെ സിനിമ ഒരു സിമ്പിൾ പടമാണെന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ സിനോപ്സിസ് എന്തായിരിക്കും അപ്പൊ ഇറങ്ങിയിട്ടുണ്ടാവുക? വൻ സാധനമായിരിക്കുമല്ലോ. നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങൾ കണ്ടില്ല. OMG 3. ഓ മൈ ഗോഡ്. അങ്ങനെ പറ. 1-1. 1-1 അത് നീയാണ് പറയേണ്ടത്, ഞാനല്ല. നീ പേടിക്കുന്നതാണ് നീയല്ലേ? ഞാൻ പേടിക്കുന്നത്, ഞാൻ ഓൾറെഡി ഒന്നെടുത്ത് വെച്ചിരിക്കുന്നല്ലോ, പിന്നെ എന്തിനു ഞാൻ പേടിക്കണം? അല്ല, നിന്നെ ആരും തൊടില്ല. ഒന്നെടുത്ത് വെച്ചിരിക്കുന്ന ഞാനോ ഒരു 5 ഒക്കെ എടുത്ത് വെച്ചിട്ടാണെങ്കിൽ ഞാനിങ്ങനെ അല്ല, അപൂർവമായിട്ടുള്ള കിഴിയാണല്ലോ ഈ രണ്ടാം ഭാഗത്തെ. അതൊരു സത്യം. അങ്ങനെ ഒരു അജണ്ട വെച്ചിട്ട് ഇതുവരെ തൊടില്ല എന്ന് കരുതിയെടുത്ത് ഒരാളുടെ കാൽപാദം പതിയാണ്. അപ്പൊ മറ്റുള്ളവർ പേടിക്കണ്ടേ? അപ്പൊ ഫസ്റ്റ് പതിഞ്ഞ പാദത്തിന് ഒരു കണക്കുമില്ല. അപ്പൊ ഞാൻ പേടിച്ചല്ലോ. പേടിച്ചായിരുന്നോ? ഞാൻ പോയി അപ്പൊ തന്നെ OMG 3. ഓ മൈ ഗോഡ് 3. അക്ഷയ് കുമാർ പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണ്. കൃഷ്ണനായിട്ട് എത്തിയ സിനിമ. കൃഷ്ണനല്ലല്ലോ, ശിവനല്ലേ? ശിവനാ? ശിവനായിട്ടല്ലായിരുന്നോ? ശിവനാ? കൃഷ്ണനല്ലേ അത്? ശിവനായിട്ടല്ലേ ആ നന്ദീനെയും കൊണ്ടൊക്കെ നടന്നു പോകുന്നതും മറ്റേ ഇതിനുള്ളിലൊക്കെ നടന്നു പോകുന്ന സാധനം. ആള് മറ്റേ ഇതിലല്ലേ ശിവൻ, കണ്ണപ്പയില്. അതുകൊണ്ടല്ലേ കണ്ണപ്പയിലേക്ക് നേരെ എടുത്തു കൊടുത്തിട്ടുള്ളത്. ശരിയാണല്ലേ? ഇപ്പൊ ശിവനായ അത് നേരെ അക്ഷയ് കുമാറാ. ഞാനേ കുറച്ച് മുമ്പ് കണ്ടതാണ്. ആണേ, ശിവനാണ്. അതായത് മറ്റേ ഇപ്പൊ ശരിക്കും ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞോ, ശരിക്കും ശിവനായിരുന്നു ഇത്. അഥവാ ശിവനല്ലെങ്കിൽ എന്തായിരിക്കും എന്റെ ഒരു അവസ്ഥ? ഓ മൈ ഗോഡ്. ഓക്കെ, എന്തായാലും കറക്റ്റ് പേര് ആർക്കെങ്കിലും ഒരാൾക്ക് സ്യൂട്ടാവും, അത് ഉറപ്പാ. ഓക്കെ, എന്തായാലും OMG 3 ഓൺ കാർഡ് ആയിട്ടുണ്ട്. അതായത് ഒഫീഷ്യലി കൺഫേം ആയി. ഇതിന്റെ സ്ക്രിപ്റ്റ് ഉടനടി തുടങ്ങും എന്നുള്ളതാണ് കേൾക്കുന്നത്. 2026 ഇതിന്റെ ഷൂട്ട് തുടങ്ങും. ഓക്കെ. ഓക്കെ, അടുത്തത് കൈദി 2. കൈദി 2-നെ കുറിച്ച് നമ്മുടെ അതിന്റെ പ്രൊഡ്യൂസർ ഇപ്പൊ 2 കാൽപാദം മതി. SR പ്രഭു ഒന്നിലിങ്ങനെ നിൽക്കായിരുന്നു, മറ്റത് കുത്താതെ അതും കൂടെ കുത്തി. SR പ്രഭു പറഞ്ഞതാണ് സിനിമയുടെ വർക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ലാസ്റ്റോടുകൂടി തന്നെ സിനിമയുടെ ഷൂട്ട് തുടങ്ങും. ഓക്കെ, ഒരു കാര്യം ഉറപ്പായി, ലോകേഷിന്റെ അടുത്ത സിനിമ കൈദി 2. ഷുവർ ഷോട്ട് ഹിറ്റ് ആണത്. കാത്തിരിക്കുന്ന മുതൽ ആരൊക്കെയാണ് അതിൽ വരാൻ പോകുന്നത്? ഓക്കെ, അടുത്ത് ജയിലർ 2. രണ്ടാമത്തെ കാലം കുത്തിയില്ലേ? കാല് മാത്രമല്ല, കൈ എല്ലാം കൂടി കുത്തിയത്. അല്ല, നീയല്ലേ കുറച്ചു മുന്നേ വന്ന് ഈ രണ്ടാം ഭാഗം വരുന്ന സിനിമകളൊക്കെ അപൂർവമായിട്ടായിരിക്കും കിഴിയുന്നുണ്ട്. ഇപ്പൊ തന്നെ നാളായി. സത്യം. ഓക്കെ, ജയിലർ 2 സിനിമയുടെ സന്തോഷത്തിലേ ഞാൻ ഇതിന്റെ അപ്ഡേറ്റ് മറന്നുപോയി. കുഴപ്പമില്ല, പെട്ടെന്ന് എന്തായിരുന്നത്? അപ്ഡേറ്റ് മറന്നുപോയി. ജയിലർ 2 അതായത് കാലിക്കട്ട് ഷെഡ്യൂളില് രജനി നമ്മുടെ തലൈവറുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോ മറന്നിട്ടില്ലെങ്കിൽ മറന്നു എന്ന് പറഞ്ഞാൽ നല്ലതാണ്. പണി കുറച്ചെടുത്താൽ മതി. അടുത്തത് പോട്ടെ, ഉദയനാണ് താരം. കട്ട മത്സരം കേട്ടോ. ഒരു റീ റിലീസ് ലാലേട്ടൻ്റെത് എനിക്ക് കിട്ടിയപ്പോ നിനക്ക് NTRന്റെ ഒരു ഡാൻസ് അത് നിനക്ക് കിട്ടിയപ്പോ എനിക്ക് കുറവുണ്ടായിരുന്നു, അതും കിട്ടി. അതെ, അത് നന്നായി. അതായത് എന്താണെങ്കിലും എന്തായിരുന്നു ഇപ്പൊ ഞാൻ അടുത്ത് ഉദയനാണ് താരം സിനിമ. ഉദയനാണ് താരം സിനിമ റീ റിലീസിന് ഒരുങ്ങാണ് ജൂൺ 20 ഡേറ്റ് അവർ ഏകദേശം ഫിക്സ് ആക്കിയിരിക്കുന്നത് ജൂൺ 20. ലാലേട്ടൻ സിനിമ വന്നിട്ട് കാര്യമുള്ളൂ കേട്ടോ ഈ റീ റിലീസിന്. വേറെ ആര് മെനക്കെട്ട് പണിയെടുത്തിട്ടും ഒരു കാര്യം. അതായത് എണ്ണത്തിൽ, ഫാൻസിന്റെ എണ്ണത്തിൽ ഒരു ഇത്ര വലിയ മാറ്റമുണ്ട്. അപ്പൊ ആ മാറ്റം വെച്ച് നോക്കുമ്പോൾ കുറച്ചെങ്കിലും ആൾക്കാർ, ഈ താല്പര്യമില്ലാത്തത് പോലും കുറച്ച് വെറുതെ ഇരിക്കല്ലേ നമുക്കൊന്ന് പോയേക്കാം എന്ന് കരുതി പോയാൽ പോലും ഹിറ്റാവും സിനിമ. പിന്നെ ഇവര് എടുത്തുകൊണ്ട് വരുന്ന സിനിമകളും അങ്ങനത്തെ സിനിമകളാണ്. അതായത് വീണ്ടും അത് തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണാൻ. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ചോട്ട മുംബൈ, അതൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കാണാൻ ഒരു വേറൊരില്ല. ഇനി ഒരു സത്യം പറയാം, നമ്മൾ സിനിമ തിരഞ്ഞെടുക്കുമ്പോഴേ നമുക്കിങ്ങനെ വൈബാക്കിയിട്ട് സന്തോഷിച്ച് ഇറങ്ങാന്നുള്ളൊരു സംഭവമുണ്ട്. ഇങ്ങനെ ഇപ്പോൾ കുറേ സിനിമകൾ ഇങ്ങനെ ചത്ത് കാണേണ്ട ഒരവസ്ഥ. സത്യമായിട്ട് പറയാം, നല്ലതാണെങ്കിൽ പോലും ചത്തിരുന്ന്
ഒരു വൈബ് കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ വൈബുള്ള സിനിമ ഒരുപാട് ചെയ്തു വെച്ചിട്ടുണ്ട് ലാലേട്ടൻ. ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിങ്ങനെ വരുന്നതിനനുസരിച്ച് അതിന് അവർക്ക് ചെയ്യുന്നതിനുള്ള പ്രോഫിറ്റ് അവർക്ക് ഉണ്ടാവും ചെയ്യും കേട്ടോ. അതാണ് അങ്ങനത്തെ സിനിമകൾ എടുത്തിട്ട് വരുമ്പോഴൊരു മെച്ചം. മറ്റുള്ളവർക്ക് അതില്ല. ലാസ്റ്റ് വീഡിയോ ആണ് അല്ലേ? അടിപൊളി. എന്തിനു ചിരിക്കണം? വീണ്ടും ലാലേട്ടൻ. അപ്പൊ ഞാൻ ഓർമ്മ എടുക്കുമ്പോഴത്തേക്ക് അടുത്തതും എടുക്കും തീർച്ചയായും. ആയിക്കോട്ടെ കൂട്ടാ. ഓക്കെ, അതായത് തുടരൂനെ നമ്മൾ ലാലേട്ടനെ വെച്ച് തന്നെ തൂക്കും. അങ്ങനെ ഡയലോഗ് എനിക്ക് പറയണം ഇങ്ങനെ കാലങ്ങളായിട്ട് ഇങ്ങനെ കൊണ്ടെടുക്കുകയാണ്. പക്ഷെ ഇപ്പം ഇത് പറ അധികം അങ്ങ് മണച്ചങ്ങ് കേറിപ്പോലെ പറഞ്ഞു കൊടുക്കുക. അതും മറന്നുപോയോ? അത് എന്തായിരുന്നു സംഭവം? മറന്നെങ്കിൽ നീ ഓർത്തെടുത്ത് പറഞ്ഞാൽ മതി. കിട്ടി. ഹൃദയപൂർവ്വം സിനിമയില് നമ്മുടെ ലാലേട്ടന്റെ ക്യാരക്ടർ, അത് ആള് അതിലൊരു മേജറായിട്ടാണ്. അത് മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു മേജർ, അതായത് ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞ ആളാണ്. അതാണ് ഹൃദയപൂർവ്വം പേരിന്റെ, അതാണ് ആ പേര് വന്ന ഹൃദയം ഒരു സാധനം പറഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും ആള് തന്നെയാണ് കേട്ടോ പറഞ്ഞത്, ലാലേട്ടൻ തന്നെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. അതായത് ഹൃദയ ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇത് ശരിയായ രീതിയിൽ വന്നിട്ടില്ലെങ്കിൽ അപ്പോൾ വിളിക്കൊരു പേര് അതും കൂടി ചേർത്തിട്ടാണ് ഹൃദയപൂർവ്വം എന്നിട്ടുള്ളത്. അല്ല, അത് വിളിക്കുന്നത് ചെയ്ത ആൾക്കാരായിരിക്കൂല, ഡോക്ടറിനെ. അതാ ചെയ്ത ആൾക്കാരായിരിക്കൂല, കുടുംബക്കാരായിരിക്കും. ഡോക്ടറിനെ കുടിച്ചിട്ട് വിളിക്കും. അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ വരാം. മഴ പെയ്തതാണ് പ്രശ്നമായത്, സത്യമായിട്ട് പറയാ. മഴക്കാലം തുടങ്ങണ്ടായിരുന്നു. എന്തൊരു ചെളിയാണോ, ചവിട്ടി തെന്നി വീഴും. അപ്പൊ നമ്മുടെ അതായത് അവിടെ ചെളി വർക്കാകാൻ തുടങ്ങിയപ്പോ നമ്മുടെ തലയിലുള്ള ചെളി വർക്കാൻ തുടങ്ങി. അതാണ് കാര്യം. അത് മാത്രമല്ല, 2-3 തുള്ളി തലയിൽ വീണു, ചെളി ഒന്ന് ഇളകി. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. ബൈ.